വിമാനാപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് ദാരുണാന്ത്യം. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിലാണ് മരണം സംഭവിച്ചത്. രാവിലെ 8:45 അപകടമുണ്ടായത്. അജിത് പവാറിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും മരിച്ചതായി സ്ഥിരീകരിച്ചു. അപകടത്തിന് പിന്നിൽ സാങ്കേതിക തകരാറെന്നാണ് നിഗമനം. സംഭവത്തിൽ DGCA അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം വിമാനം തകർന്നു വീണ് 4-5 വട്ടം പൊട്ടിത്തെറിച്ചെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ये हमने देखा कि एयरप्लेन जब नीचे आया था ऐसा लग रहा था उसका क्रैश हो जाएगा ऐसा हम सोच रहे थे, तभी क्रैश हो गया। हम देखे कि हमें लगा नहीं क्रैश हो गया है, लेकिन एयर ट्रैप पे उतरेगा ऐसा लगा, उतरा है, लेकिन क्रैश हुआ और उसके बाद स्फोट हो गया उसका जबरदस्त। स्फोट होने के बाद वो हम देखने आए, पहले देखा तो उसको आग लगी थी पूरे प्लेन को, और उसके बाद 4-5 स्फोट हो गया विमान में उसका, और उसके बाद बहुत लोग आ गए और उसने निकालने की कोशिश की, लेकिन बड़ी आग लगी, उसके कारण कोई मदद नहीं कर सकता। पायलट ने भी ट्राई किया होगा कि लैंडिंग करने का, लेकिन लैंडिंग हुआ नहीं है। ये बहुत शोक वाली घटना है। വിവരങ്ങളുമായി ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അതികായനായ അജിത് പവാറിനെയും ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ ദാരുണാന്ത്യം രാവിലെ സംഭവിച്ചിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഒപ്പം ഈ അപകടത്തിന്റെ കാരണം എന്താണ് എന്നതിനെ പറ്റിയുള്ള വിശദീകരണം DGCAയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ടോ? ഗൗതം, ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് സാങ്കേതിക തകരാറും ഒപ്പം കാഴ്ച പരിമിതിയുമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാകുന്നു. രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. 8:45 കാഴ്ച പരിമിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ തന്നെ മഞ്ഞും മഴയും ഉണ്ട്. അതിനെ തുടർന്നുണ്ടായ കാഴ്ച പരിമിതിയും ഒപ്പം സാങ്കേതിക തകരാറും മൂലം വിമാനം പൊട്ടിത്തകർന്നു. 3-4 തവണ സ്ഫോടന ശബ്ദം കേട്ടു എന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്. കത്തി അമരുകയാണ് ഉണ്ടായത്. വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും, അജിത് പവാർ അടക്കം മുഴുവൻ പേരും മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച്. സുപ്രിയ സുലെയും അതോടൊപ്പം തന്നെ അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്രയും ഒപ്പം മറ്റ് ആളുകളുമെല്ലാം അവിടേക്ക് ബാരാമതിയിലേക്ക് എത്തുന്നുണ്ട്. ബാരാമതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചത്. അതിൻ്റെ സമയമടക്കമുള്ള കാര്യങ്ങൾ വൈകാതെ എത്തും. ബാരാമതി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത, അദ്ദേഹത്തെ ബാരാമതിക്കാർ അങ്ങേയറ്റം സ്നേഹിച്ച മണ്ണാണ് ആ ബാരാമതി എന്ന് പറയുന്നത്. അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളതും. ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, വിശേഷിച്ച് രാജ്യത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാഷ്ട്രപതി അടക്കമുള്ളവർ അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനെന്ന് മാത്രമല്ല രാജ്യത്തിനാകെ തന്നെ വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം, അപ്രതീക്ഷിത വിയോഗം എന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം വിളിച്ച് ദേവേന്ദ്ര ഫട്നാവിസിനെ ഫോൺ ചെയ്ത് ഇപ്പോഴത്തെ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുന്നുണ്ട്. DGCA ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായ വിമാനാപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടി കർശനമായി ഗൗരവത്തോടു കൂടിയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ മരണപ്പെട്ടിരിക്കുന്നു. വിമാന അപകടത്തിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേർന്നത്.